ഒരു കുപ്പി വെള്ളം അല്ലെങ്കിൽ 2 കുപ്പി വെള്ളമൊക്കെ കൈ കാണണം കേട്ടോ, അല്ലെങ്കിൽ ദാഹിച്ച് ഊപ്പാട് വരും. ഇഷ്ടംപോലെ വെള്ളമുണ്ട്. ഇവിടുന്ന് നോക്കുമ്പോഴേ ഇത്ര നല്ല വ്യൂ ആണെങ്കിൽ അതോ അതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ. ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തമിഴ്നാട്ടിലെ തോരണമലൈ മുരുകക്ഷേത്രം അവിടേക്കാണ് നമ്മൾ പോകുന്നത്. മലയുടെ മുകളിലാണ് ആ ക്ഷേത്രം. അതുപോലെ മലയുടെ മുകളിൽ കയറി കാണുന്ന വ്യൂവും അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ട് പോവുകയാണ്. നമ്മൾ ഇവിടെ നിന്നാണ് തിരിയുന്നത് കേട്ടോ. ഇതാണ് നമ്മുടെ അമ്പലത്തിൻ്റെ കവാടം. ഒരു 3 കിലോമീറ്റർ കഴിഞ്ഞാൽ നമ്മൾ നേരെ അമ്പലത്തിൻ്റെ അവിടെ എത്തും കേട്ടോ. നല്ല തിരക്കുണ്ടല്ലേ, പാസുണ്ടോ? എടുത്തോ നീ, താങ്ക് യു. അത് അവൻ്റെ കൊടുത്തരാം. അപ്പോൾ നമ്മൾ തോരണമലയിലെ പാർക്കിങ്ങിൽ നിൽക്കുക. ഇവിടെ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്, എന്താണെന്ന് അറിയാൻ വയ്യ. ഫുള്ള് തമിഴായതുകൊണ്ട് ഒന്നും അറിയാൻ വയ്യ. ഇവിടെ കഞ്ഞിയുണ്ടെന്ന് തോന്നുന്നു. ഞങ്ങൾ പടി കയറി തുടങ്ങി കേട്ടോ. വെച്ചോ അയ്യോ. മേലോട്ട് കയറുന്നതനുസരിച്ച് കുത്തനെയുള്ള പടികളാണ് കൺമുന്നിൽ തെളിയുന്നത്. ഭയങ്കര വലിയ കുത്തനെ നടക്കുന്ന പടിയാട്ടോ. കേട്ടോ, അയ്യോ, ഈ മലയുടെ കാൽഭാഗം പോലെ എത്തിയിട്ടില്ല. ഇനിയും കിടക്കണം, ഇനിയും കയറാൻ കിടക്കുന്ന പടികൾ. ഓ, കുറച്ചും കൂടെ കയറി വന്നേ ഉള്ളൂ കേട്ടോ. അതിനിപ്പോൾ ആയിപ്പം തുടങ്ങി. അതുപോലെ നല്ല രീതിയിലുള്ള വ്യൂ കാണാൻ പറ്റുന്നുണ്ട്. ഇത് മൊത്തം എത്ര സ്റ്റെപ്പ് ഉണ്ട് ആണല്ലേ? എത്ര സ്റ്റെപ്പ് കാണും? 600 പടി ഉണ്ടല്ലേ? ഓ, താഴെ 600 പടി. പടികൾ കയറി വരുമ്പോൾ ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ തമിഴിൽ എന്തോ എഴുതി വെച്ചിട്ടുണ്ട് ഈ അമ്പലത്തെക്കുറിച്ച്. തമിഴ് വായിക്കാൻ അറിയുന്നവർ ഇത് നോക്കുക കേട്ടോ. എന്താ എഴുതി വെച്ചേന്ന്? ഇതിൻ്റെ ഐതിഹ്യങ്ങളായിരിക്കാം എന്തോ. ഇനിയുണ്ട് പടി കയറാൻ. അതുപോലെ അവിടെ നിന്ന് കയറി വന്നേ കേട്ടോ. അവിടെ നിന്ന് കയറി ഇവിടെ നിൽക്കുകയാണ്. ഇനിയും മേലോട്ടുണ്ട്. എന്തായാലും ഇവിടുന്ന് കാണുന്ന കാഴ്ച കിടിലമാണ്. രാവിലെയൊക്കെ വന്നു കഴിഞ്ഞാൽ മഞ്ഞൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പം നല്ല വെയിലായതുകൊണ്ട്, പക്ഷേ വെയിലായതുകൊണ്ട് ഗുണമെന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള ഏകദേശം എല്ലാം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. രാവിലെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് കാണാൻ പറ്റാത്ത അവസ്ഥയാണ്, മഞ്ഞ് വരും.
മഞ്ഞിഷ്ടമുള്ളവർക്ക് രാവിലെ വരാം, മഞ്ഞിഷ്ടമില്ലാത്തവർക്ക് ഈ സമയത്തൊക്കെ വന്നേ. നമ്മളങ്ങനെ പടി കയറി വരുമ്പം കാണുന്ന ചിത്രങ്ങളൊക്കെ പഴയ പടികളാട്ടോ. പാറയിൽ കൊത്തിയ പടികളാണെന്നില്ല. അവിടെയൊക്കെ ചിത്രങ്ങളുണ്ട് പടികളെ. ഇപ്പോഴത്തെ പടിയും പഴയ പടിയൊക്കെ ഉണ്ട്. അങ്ങനെ ഏകദേശം പാറയുടെ മുകളിൽ എത്താറായും തോന്നുന്നു. ഓടിക്കയറാം. ഇവിടെ ചൂലൊക്കെ എടുത്ത് വെച്ചേക്കുന്ന പടികൾ തൂക്കാനൊക്കെ സെറ്റപ്പാട്ടാ. എന്നൊരു ഐഡിയ ഉള്ള. ഇനി നമുക്ക് മുകളിലോട്ട് കയറാറുണ്ട്. എന്നാൽ തന്നെ കണ്ടോ ഇവിടെ നിന്നുള്ള വ്യൂ ഉണ്ടോ വീട്ടിലും. കയറി ഒരു പാറപ്പുറത്തായിട്ടോ ഇരിപ്പ്. ഇച്ചിരി തണലൊക്കെ ഉണ്ട്. കാരണം നല്ല വെയിലായി. കാരണം 12 മണി ആയതുകൊണ്ട് തന്നെ നല്ല വെയിൽ. ഇനി മുകളിൽ ചെല്ലുമ്പോൾ കാറ്റുണ്ടെങ്കിൽ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ ഊപ്പാടാവും. വീർത്ത് കുളിക്കും കേട്ടോ. വീർത്ത് കുളിച്ച് എന്തായാലും. അങ്ങനെ നമ്മൾ ടോപ്പിലെത്തിയില്ല. പക്ഷെ നമുക്ക് നമുക്ക് കയറാൻ പറ്റും കേട്ടോ. മുകളിലോട്ടൊന്നും കയറ്റി വിടത്തില്ല. ഇവിടെയാണ് ക്ഷേത്രം. ആ കാണുന്നതാണ് ക്ഷേത്രം. ഇനി നമുക്കിനി അങ്ങോട്ട് പോകാം. നല്ല വ്യൂ ആണ് കേട്ടോ. ഇവിടുന്ന് നോക്കുമ്പോഴേ ഇത്ര നല്ല വ്യൂ ആണെങ്കിൽ അതോ അതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും അല്ലേ. എന്തായാലും ഒരു കാറ്റ് പോലും ഇല്ല. എന്നാലും തന്നെ കിടിലൻ സ്ഥലമാണ് കേട്ടോ. ഇവിടെ വരാത്തവർ ഉറപ്പായിട്ടും വരണം. 2 ഉപ്പിയുള്ള 3 ഉപ്പിയുള്ള കൈ വെച്ചോ, ആവശ്യം വരും. നമ്മൾ മേലോട്ട് കയറിയിട്ട് ഈ വഴി നമ്മൾ കയറിയില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഈ വഴി ഒന്ന് കയറി നോക്കാം അവിടെ എന്താണ് സംഭവം. പിന്നെ അവിടെ എല്ലാവരും കുപ്പിയും കൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ അവിടെ വെള്ളം കാണുന്നു. വെള്ളം ഉണ്ടെങ്കിൽ ഒരു കുപ്പി വെള്ളം പിടിക്കണം. അങ്ങനെ കയറി വന്നപ്പോൾ ഇവിടെ കിണറാണ്. അപ്പം നമ്മൾ താഴെ നിന്നൊക്കെ വെള്ളം മേടിച്ചുകൊണ്ട് വന്നത് തീരുവാണെങ്കിൽ ഇവിടെ ആശ്വാസത്തിന് കിണറുണ്ട് കേട്ടോ. അതെന്തായാലും നല്ലൊരു കാര്യമായി. അപ്പോൾ ഈ മനോഹരമായ സ്ഥലത്ത് നിന്ന് തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണാം. അപ്പോൾ ഓക്കെ, ബൈ.